2016 വീക്ഷണം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുഖപത്രം എഴുതിയ എഡിറ്റോറിയല് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒരു ഈജിയൻ തൊഴുത്താണ് എന്നാണ് പ്രയോഗിച്ചത്. 2016 ആ ഈജിയൻ തൊഴുത്തിനെയാണ് 10 വർഷം കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും മാറ്റുള്ള ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയാക്കിയിട്ട് കേരളം സ്വകാര്യ മേഖലയ്ക്ക് തഴച്ചു വളരാൻ അവസരം വീണ്ടും കൊടുക്കുകയാണ്. മുമ്പ് 10 വർഷം മുമ്പ് സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിലൊക്കെ വലിയ രീതിയിൽ സ്കൂളുകൾ ശക്തിപ്പെടുകയും പൊതുവിദ്യാഭ്യാസം ക്ഷയിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അത് തിരിച്ചു കൊണ്ടുവന്നത്. അതിനെ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകാൻ ആ സ്ഥാനത്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഒരുപക്ഷെ സ്വകാര്യ ലോബിക്ക് വീണ്ടും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തീരെഴുതാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നതെന്ന് ഞാൻ സംശയിക്കും. പക്ഷെ എന്തോ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ പോലെയാണ് കാരശ്ശേരി മാഷ് സംസാരിക്കുക. എത്രയോ കൊല്ലങ്ങളായി മാഷ് ആവർത്തിക്കുന്ന വാദമാണ് ഈ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അക്ഷരം എഴുതാൻ അറിയില്ല. കാരശ്ശേരി പറയുന്ന വാദം എല്ലാവരും കവിത എഴുതണം, എല്ലാവരും വലിയ പ്രബന്ധം രചിക്കണം എന്നൊക്കെ ആണെങ്കിൽ അത് സാറിന് MA ക്ലാസ്സിൽ മാത്രമേ കാണാൻ കഴിയൂ. അവിടെ അത് ആവാം. അതിനൊന്നും ഒരു ദിവസം വെച്ചിട്ട് കുട്ടികൾക്ക് കുറേ ആളുകൾക്ക് മാത്സ് കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അൽഗോരിതം അറിയില്ല, അല്ലെങ്കിൽ ഗണങ്ങളെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയാനായിട്ട് പുറത്താക്കുക എന്ന് പറയുന്നത് പമ്പര വിഡ്ഢിത്തമാണ്. എന്താണ് PMCയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിക്കണം എന്നാണ്. അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ സൂചന. അത് കൃത്യമായും അതിലേക്ക് തന്നെ ഒരുപക്ഷെ ആ റെസിസ്റ്റൻസ് പോലും ഇല്ലാതെ പോയി കീഴടങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫണ്ട് കൈപ്പറ്റാൻ പോകുന്നു എന്ന് മാത്രമല്ല, വലിയ ഒരു കീഴടങ്ങൽ തന്നെയാവും BJPയുടെ മുമ്പിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും മികച്ച വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം വിദ്യാഭ്യാസ വകുപ്പായിരുന്നു. സ്കൂളുകളുടെ ക്വാളിറ്റിയിലും പുസ്തകങ്ങളുടെ ക്വാളിറ്റിയിലും എഡ്യൂക്കേഷൻ മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർക്കാരിൻ്റെ ഒരു വകുപ്പായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. അങ്ങനെയുള്ള വകുപ്പിനെയാണ് ഏറ്റവും പുതിയ മുഖ്യമന്ത്രി പറയുന്നത് എഡ്യൂക്കേഷനിൽ നമ്മുടെ സിലബസ് കാലഹരണപ്പെട്ടു എന്നുള്ളത്. എത്രയോ കാലമായി ഈ വകുപ്പിൽ ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എത്രത്തോളം ശരിയുണ്ട്? മുഖ്യമന്ത്രി ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം മുഖ്യമന്ത്രി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ അർഹനാണോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. ഭരണപരമായി അതിന് നേതൃത്വത്തിരിക്കുന്ന ആളെന്നല്ലാതെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാവണം. ഒന്നുകിൽ ഏതെങ്കിലും പഠന റിപ്പോർട്ടുകൾ നമ്മുടെ സിലബസ് കാലഹരണപ്പെട്ടതാണെന്ന് പറഞ്ഞതിന് രേഖ വേണം. അതല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ വെച്ച് ഈ സർക്കാർ ആയിക്കോട്ടെ, സർക്കാർ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു വിദ്യാഭ്യാസ സമിതി അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു കരിക്കുലം കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പുതിയ കരിക്കുലം കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുക. അത് വിലയിരുത്തിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രസ്താവനയെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ടല്ലാതെ ഒരു അക്കാദമിക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അദ്ദേഹം ഏതോ ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പറഞ്ഞു എന്നേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഊഹം അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് വിചാരിക്കാൻ തോന്നുന്നത് അദ്ദേഹം ആർക്കോ വേണ്ടി അല്ലെങ്കിൽ എന്തോ ചില നടപടികൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ ഒരു മുൻകൂർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്കതിന് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പൊതുവിദ്യാഭ്യാസം എത്രത്തോളം ഉയർന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റവും വളർച്ചയും എന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ കേരളം മാത്രമല്ല ഇന്ത്യയും ലോകവും അംഗീകരിച്ചാണ്. അത് അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ നിലനിർത്തുക, ശക്തിപ്പെടുത്തുക എന്നുള്ളത് സത്യത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെ ഏറ്റെടുത്താണ്. കാരണം പൊതുവിദ്യാഭ്യാസം നിലനിന്നാലേ നമ്മുടെ ഒരു സെക്യുലർ സൊസൈറ്റി നിലനിൽക്കും, കേരളത്തിൻ്റെ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം സാധ്യമാവും, അതിനൊക്കെ പൊതുവിദ്യാഭ്യാസം നിലനിൽക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി 5000 കോടിയോളം രൂപ മാറ്റി വെച്ചുകൊണ്ട് എല്ലാ സർക്കാർ സ്കൂളുകളും വലിയ സൗകര്യങ്ങളെ കൊണ്ടുവരും. കാരണം വെറുതെ നമ്മൾ ആഗ്രഹിച്ചാൽ പോരല്ലോ, കുട്ടികൾക്ക് അവിടേക്ക് വരാൻ രക്ഷിതാക്കൾക്ക് കുട്ടികൾ അങ്ങോട്ട് അയക്കാൻ തോന്നുന്ന സാഹചര്യം ഉണ്ടാവണം. അത് വളരെ വളരെ വലിയൊരു പൊളിറ്റിക്കൽ ആക്ഷനാണ്. അത് അത്രയും വലിയൊരു ബജറ്റ് വിഹിതം പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാറ്റിവെക്കാൻ, മെച്ചപ്പെടുത്താൻ വേണ്ടി മാറ്റിവെക്കുകയാണ്.
മാത്രമല്ല അക്കാദമിക് നിലവാരത്തെ ഊന്നിക്കൊണ്ട്, കാരണം നമുക്കറിയാം 10-15 വർഷമായി നമ്മുടെ സിലബസും പാഠപുസ്തകവും പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്വാഭാവികം ശരിയാണ്. അതിനെ മാറ്റാൻ വേണ്ടി 1 മുതൽ 12 വരെയുള്ള സിലബസ് പരിഷ്കരിക്കുകയും കഴിഞ്ഞ വർഷത്തോടുകൂടി പാഠപുസ്തക പരിഷ്കരണവും നടപ്പിലാക്കി കഴിഞ്ഞ ഘട്ടത്തിലാണ് സർക്കാർ മാറുകയും പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ അതിൻ്റെ മുഖ്യമന്ത്രി ഇത് കാലഹരണപ്പെട്ടതാണെന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അത് അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. എനിക്ക് തോന്നുന്നു അത് ഈ ഒരു ജൂൺ മാസം അടുത്ത് നിൽക്കുമ്പോൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിനൊക്കെ ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി തന്നെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് പൊതുവിദ്യാഭ്യാസത്തിനെ തകർക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതിലൂടെ ഒരുപക്ഷെ സ്വകാര്യ മേഖലയ്ക്ക് തഴച്ചു വളരാൻ അവസരം വീണ്ടും കൊടുക്കുകയാണ്. മുമ്പ് 10 വർഷം മുമ്പ് സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിലൊക്കെ വലിയ രീതിയിൽ സ്കൂളുകൾ ശക്തിപ്പെടുകയും പൊതുവിദ്യാഭ്യാസം ക്ഷയിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അതിനെ തിരിച്ചു കൊണ്ടുവന്നത്. അതിനെ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യം, 10 വർഷത്തിനിടയിൽ ഒരു അൺഎയ്ഡഡ് സ്ഥാപനത്തിൽ പോലും NOC കൊടുത്തിട്ടില്ല 2 സർക്കാരുകളും. അത് പിണറായി ഗവൺമെൻറ് 2 ഗവൺമെൻറ്റുകളും. ആ സ്ഥാനത്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഒരുപക്ഷെ സ്വകാര്യ ലോബിക്ക് വീണ്ടും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തീറെഴുതാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ MN കാരശ്ശേരിയെ പോലെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ കാണാൻ പോയ സമയത്ത് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ബിൽഡിങ്ങുകളൊക്കെ നന്നായിട്ട് കാര്യമില്ല, എഡ്യൂക്കേഷൻ്റെ അകത്തളത്തിൽ കേരളത്തിൽ വളരെയധികം മോശം ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അതിന് അദ്ദേഹം കാരണം എന്ന് വെച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ എഴുതാനോ വായിക്കാനോ അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്വന്തം പേരറിയാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ പോലും ഇന്ന് SSLC പാസ്സാവുന്നുണ്ട് എന്നുള്ള ഒരു ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനമുണ്ട്. കൂടാതെ ഈ ഫുൾ പാസ് എന്നുള്ളൊരു സിസ്റ്റം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ വിദ്യാർത്ഥികൾ വലിയ രൂപത്തിൽ പാസ്സാവുന്നത് കൊണ്ട് തന്നെ പഠിക്കാതെ തന്നെ പാസ്സാവുന്നുള്ള രൂപത്തിലേക്കൊക്കെ മാറിയത്, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ വലിയൊരു മോശം പ്രക്രിയയിലേക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരശ്ശേരി മാത്രമല്ല, കാരശ്ശേരി പോലെ വേറെ ചില ആളുകളും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പലപ്പോഴും നടത്തി കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്, കാരശ്ശേരി ഒന്നും ഒട്ടും നമ്മുടെ സ്കൂളിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയിട്ടല്ല ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളത് അത്ഭുതം തോന്നുന്ന കാര്യമാണ്. മാഷ് ഒരു സാമൂഹിക വിമർശകൻ, രാഷ്ട്രീയ വിമർശകൻ, വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രവർത്തിച്ച ആളൊക്കെയാണ്. പക്ഷെ എന്തോ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ പോലെയാണ് കാരശ്ശേരി മാഷ് സംസാരിക്കുക. എത്രയോ കൊല്ലങ്ങളായി മാഷ് ആവർത്തിക്കുന്ന വാദമാണ് ഈ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അക്ഷരം എഴുതാൻ അറിയില്ല. മാഷ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്നുള്ളത് സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ അത്ഭുതപ്പെടുത്തും. നേരെ തിരിച്ച് വേണമെങ്കിൽ പറയാം, അക്ഷരാഭ്യാസം അല്ലെങ്കിൽ നന്നായി സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്തവരും സ്കൂളിലുണ്ട് എന്നാണ് ആ വാദമെങ്കിൽ ഞാനും അതിനോട് യോജിക്കും. അത് രണ്ട് വാദമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള കുട്ടികൾ കൂടി നമ്മുടെ സ്കൂളിൽ ഉണ്ടായി എന്നത് നമ്മുടെ ഒരു നേട്ടത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഡ്രോബാക്കാണത്. അതായത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാം, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക്, ഒരു പക്ഷേ ഡിസ്ഗ്രാഫി ഉള്ള ഒരു കുട്ടിക്ക് കൃത്യമായി എഴുതാൻ ആവില്ല, സ്വന്തം പേര് പോലും എഴുതാനാവില്ല, എഴുതുമ്പോൾ തിരിഞ്ഞു പോകും. ആ കുട്ടിയെ സ്കൂളിൽ വരുത്തുകയും പാസ്സാക്കുകയും 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുകയാണോ വേണ്ടത്, അതല്ല ആ കുട്ടിയെ 1ാം ക്ലാസ്സിൽ തന്നെ പേര് എഴുതാൻ അറിഞ്ഞൂടാ, അക്ഷരം എഴുതാൻ അറിഞ്ഞൂടാ എന്നുള്ളതിൻ്റെ പുറത്താക്കുകയാണോ വേണ്ടതെന്നുള്ള ഉത്തരം കാരശ്ശേരി പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള നമ്മൾ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ എല്ലാവർക്കും സ്കൂൾ അവകാശം ഉറപ്പാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനം മുന്നേറിയതിൻ്റെ ലക്ഷണമാണ് അക്ഷരം എഴുതാൻ അറിഞ്ഞൂടാത്ത, കൂട്ടുമ്പോൾ തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പഠന വൈകല്യങ്ങളുള്ള, അല്ലെങ്കിൽ സാമൂഹ്യമായ പിന്നാക്കാവസ്ഥകൾ കൊണ്ട് ഒരു തരത്തിലും ചില മെച്ചപ്പെട്ട് മറ്റുള്ളവർ ഒരു തുല്യതയിലേക്ക് എത്താൻ കഴിയാതെ പോകുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്നത്. അവരെ ടെർമിനേറ്റ് ചെയ്യണമെന്ന്, അല്ല അവരെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നാണ് കാരശ്ശേരിമാർ വാദിക്കുന്നതെങ്കിൽ അതിനോട് ഒരു ഉയർന്ന സാമൂഹ്യ ബോധമുള്ള ഒരു സർക്കാരിനോ സമൂഹത്തിനോ ചേർന്ന് നിൽക്കാൻ കഴിയില്ല. കാരശ്ശേരി പറയുന്ന വാദം എല്ലാവരും കവിത എഴുതണം, എല്ലാവരും വലിയ പ്രബന്ധം രചിക്കണം എന്നൊക്കെ ആണെങ്കിൽ അത് സാറിന് MA ക്ലാസ്സിൽ മാത്രമേ കാണാൻ കഴിയൂ. അവിടെ അത് ആവാം, കാരണം അങ്ങനെ ഇല്ലാത്തവർ MAക്ക് വരണ്ടെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. പക്ഷേ പൊതുവിദ്യാലയത്തിൽ എത്തരുത് എന്ന് അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ പലപ്പോഴും ഒരു നിരക്ഷരനെ പോലെയാണ് കാരശ്ശേരി സംസാരിക്കുക എന്നുള്ള കടുത്ത വിമർശനമാണ് ഞാൻ ഉന്നയിക്കുന്നത്. സത്യത്തിൽ കാരശ്ശേരിക്കാണ് എന്താണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കേണ്ടത്. അദ്ദേഹം അതിൽ ഇക്കാലം അത്രയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
അതുപോലെ തന്നെ ഈ ഫുൾ പാസ് സിസ്റ്റം അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് ഹക്കീം മാഷിന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം വിദ്യാർത്ഥികളല്ല, ഒരു വിദ്യാർത്ഥി തോൽക്കുകയാണെങ്കിൽ അധ്യാപകർക്കാണ് കൂടുതലായിട്ട് പങ്കുള്ളത് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫുൾ പാസ് സിസ്റ്റം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ തോൽവി അറിയാതെ 10ാം ക്ലാസ് വരെ എത്തുന്നത് അതൊരു പ്രശ്നമുള്ള കാര്യമല്ലേ? അത് വളരെ ചെറിയൊരളവിൽ, ഒരു പക്ഷേ പോയിന്റ് മൈന്യൂട്ട് അളവിൽ ചിലപ്പോൾ കുട്ടികൾ ഇതിനെ ഗൗരവമായി കാണാത്തതിൻ്റെ ഒരു റിസൾട്ടൊക്കെ ഒരു പക്ഷെ ഉണ്ടാകും. പക്ഷേ ഓൾ പാസ് സിസ്റ്റത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ശരി തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. അത് അധ്യാപകർ പഠിപ്പിക്കാത്തതുകൊണ്ട് എന്നുള്ളത് മാത്രമല്ല, അതും അതിൻ്റെ ഒരു തലമാണ്. അതായത് കുട്ടികൾക്ക് അങ്ങനെ പേര് എഴുതാൻ അറിയാത്ത അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ സ്കൂളിനും എൻ്റെ സിസ്റ്റത്തിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അത് തിരുത്തേണ്ടതുണ്ട്. ആ തിരുത്തൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ സമഗ്ര ഗുണമേന്മ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി പോലും ആവിഷ്കരിച്ച്, അതായത് സ്കൂളിനാണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നത്. ഓൾ പാസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ വളരെ തട്ടുകളായി നിൽക്കുന്ന ശ്രേണീകൃതമായ ഒരു സൊസൈറ്റിയാണ് കേരളത്തിൻ്റെത്. അത് സാമ്പത്തികം മാത്രമല്ല, പദവിപരമായി, പ്രത്യേകിച്ച് ജാതിപരമായി, മതപരമായി, ജിയോഗ്രഫിക്കലായി ഒക്കെ വളരെയേറെ ശ്രേണീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. കോസ്റ്റൽ ബെൽറ്റിലുള്ള ഒരു കുട്ടിയുടെ അവസ്ഥയല്ല കോഴിക്കോട് നഗരത്തിലുള്ള കുട്ടിയുടെ. ഇതിൻ്റെ തൊട്ടപ്പുറം 4 കിലോമീറ്റർ അപ്പുറത്ത് മാറാടോ കപ്പയ്ക്കലുള്ള ഒരു കുട്ടിയുടെ സാമൂഹ്യാവസ്ഥയിലല്ല, നേരെ അപ്പുറത്ത് മാവൂർ റോഡിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ നിൽക്കുന്നത്. ഇതല്ല കുറച്ച് മേലോട്ട് കൂടരഞ്ഞിയിലേക്ക് എത്തിയാലോ നമ്മുടെ മലയോര പ്രദേശത്തേക്ക് എത്തിയാലോ ഉള്ളത്. ഇത്തരത്തിലുള്ള ജിയോഗ്രഫിക് വ്യത്യാസമുണ്ട്. ജാതിയുടെ പിന്നെ ഞാൻ പറയാതെ നമുക്കറിയാം, ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ഉച്ചനീചത്വം, ശ്രേണീകൃത ഉച്ചനീചത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരുപാട് അവകാശ നിഷേധങ്ങളുടെ പുറത്ത് ഉള്ളൊരു സമൂഹമാണ്. അപ്പോൾ ഇവരെല്ലാവരെയും നമ്മൾ സ്കൂളിലേക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അവിടെയാണ് ഇൻക്ലൂഷൻ. എല്ലാവർക്കും സ്കൂൾ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ അവകാശമാക്കി മാറ്റുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവിടെ പലതരത്തിലുള്ള പിന്നോക്കാവസ്ഥ, എക്സ്ക്ലൂഷൻ ആ കുട്ടികൾ നേരിടേണ്ടി വരും. അത് മാനസികമാവാം, ശാരീരികമാവാം, അക്കാദമികമാവാം, അങ്ങനെ പലതരത്തിലുള്ള എക്സ്ക്ലൂഷനുള്ള ടെൻഡൻസികളെ ആ കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അവിടെ ഈ പരാജയം എന്ന ഒരു സാധനം കൂടി വെച്ചാൽ, കാരണം അളക്കുന്നത് ഒരൊറ്റ പരീക്ഷയുടെ മാർക്കാണ്. ആ മാർക്ക് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം മാത്രമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മാർക്ക് വാങ്ങലോ, ഫിസിക്സ് പഠിക്കലോ, മാത്സ് പഠിക്കലോ മാത്രമല്ല, അതും കൂടിയാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരുപാട് അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് സ്കൂളിൽ കുട്ടി 10 കൊല്ലോ 12 കൊല്ലോ തുടരുക എന്നുള്ളതിന്. ആ തുടരലിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ കുട്ടികളെ തോൽപ്പിച്ച് പുറത്താക്കരുത് എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഈ നിലനിൽക്കുന്നതിന് കാരണം. ഈ ഓൾ പാസ് സിസ്റ്റം കൊണ്ടുവന്ന അങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം എന്നും പുറത്താക്കപ്പെട്ടവർ, തോൽപ്പിക്കപ്പെട്ടവർ, സ്കൂളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ ഈ സാമൂഹ്യമായും മറ്റു പല രീതിയിലും പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു എന്ന അറിവിൻ്റെ പുറത്താണ് അതിനെ തിരുത്താനുള്ള മാർഗമായി നമ്മൾ ഓൾ പാസ് സിസ്റ്റം കൊണ്ടുവന്നത്. അതിനൊന്നും ഒരു ദിവസം വെച്ചിട്ട് കുട്ടികൾക്ക് കുറേ ആളുകൾക്ക് മാത്സ് കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അൽഗോരിതം അറിയില്ല, അല്ലെങ്കിൽ ഗണങ്ങളെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയാനായിട്ട് പുറത്താക്കുക എന്ന് പറയുന്നത് വമ്പര വിഡ്ഢിത്തമാണ്. അതിലേക്കല്ല പോകേണ്ടത്. മാത്രമല്ല, ഞാൻ അടക്കമുള്ള ആളുകൾ പറയുന്നൊരു കാര്യം, നിങ്ങളൊരു റിയാലിറ്റി ഷോ പോലെ സ്കൂൾ വിദ്യാഭ്യാസം കാണരുത്. ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചറുണ്ട്. റിയാലിറ്റി ഷോയിലേക്ക് 100 ആളെ വിളിക്കുന്നു, പാട്ട് പാടിക്കുന്നു, ഫസ്റ്റ് റൗണ്ട് കുറേ ആളെ പുറത്താക്കുന്നു, സെക്കൻഡ് റൗണ്ട് കുറേ ആളെ പുറത്താക്കുന്നു, അവസാനം 5 ആളെ വെച്ച് ഗ്രാൻഡ് ഫിനാലെ നടത്തി വിന്നറെ തിരഞ്ഞെടുക്കുന്നത് പോലെയുള്ള ഒരു അഭ്യാസമല്ല സ്കൂൾ എഡ്യൂക്കേഷൻ. അതിൽ 100 ആൾ വന്നാൽ 100 ആളും ജയിച്ചു പോകുന്ന, അതിൽ ഏറ്റവും കുറച്ചിലുകളുണ്ടാവും. അവരുടെ വേഗതയിൽ, അവരുടെ ഓട്ടത്തിൽ, അവരുടെ, അല്ലെങ്കിൽ ഇപ്പം പാട്ട് മത്സരം പറഞ്ഞാൽ അവരുടെ സ്വരത്തിൽ, അങ്ങനെയൊക്കെ സംഗീതത്തിൽ, പെർഫോമൻസ് ലെവലിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഒരാളും ഫൈനൽ കടക്കാതെ പോയത് വളർന്ന സാഹചര്യമൊക്കെ തീർച്ചയായിട്ടും അതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കുട്ടികളല്ല എന്ന് പറയുന്നത് അധ്യാപകരാണെന്ന അർത്ഥത്തിൽ മാത്രമല്ല. കുട്ടികളല്ല എന്ന് പറയുന്ന അർത്ഥം മറ്റ് പല ജീവിത സാഹചര്യങ്ങൾ, കുടുംബ സാഹചര്യം, വീട്ടിലെ സാഹചര്യം, പ്രാദേശിക സാഹചര്യം, ജാതി, തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ കൊണ്ട്, ജന്മം കൊണ്ട്, വളർന്ന സാഹചര്യം കൊണ്ടുണ്ടാകുന്ന പിന്നോക്കാവസ്ഥയാണ്. അതിനെ പരിഹരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സിസ്റ്റത്തിൻ്റെയാണ്, സ്കൂളിൻ്റെയാണ്, അധ്യാപകരുടെയാണ്. ആ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്താൽ ഇനിയും മെച്ചപ്പെടുത്താൻ കഴിയും. അതാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. ഈ വിഷയത്തിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇവരൊക്കെ പലപ്പോഴും മെറിറ്റിൻ്റെ വാദം പറഞ്ഞ്, ഈ മെറിറ്റോക്രസി എന്ന് പറയുന്ന എക്കാലവും സംവരണ വിരുദ്ധർ ഉന്നയിക്കുന്ന, ഈ പറയുന്ന സാമൂഹ്യനീതി വിരുദ്ധർ ഉന്നയിക്കുന്ന വാദമാണ്. ഈ വാദം നിങ്ങൾക്ക് മേലോട്ടെത്തുമ്പോൾ കാണാം അവിടെ കാര്യം ന്യായീകരിക്കുമോ? ഈ ഇവിടുത്തെ റിസർവേഷൻ സിസ്റ്റത്തെ കാരശ്ശേരി എങ്ങനെയാണ് കാണുക, അല്ലെങ്കിൽ കാരശ്ശേരിമാർ എങ്ങനെയാണ് കാണുന്നത്? അവർ മെറിറ്റ് മാത്രമാണെന്ന് പറഞ്ഞാൽ
ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും തമ്മിൽ ഓട്ട മത്സരം നടത്തി ആര് ജയിക്കും ആര് തോൽക്കും എന്ന് അറിയുന്നത് നിങ്ങൾക്ക് എനിക്കും കിട്ടിയ ചെറുപ്പം മുതൽ കിട്ടുന്ന പരിശീലനങ്ങൾ അല്ലേ നിങ്ങൾക്ക് കിട്ടിയ ഞാൻ ഓട്ട മത്സരം നടത്തുന്നു. നിങ്ങൾ ജയിക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്യുന്നതിൻ്റെ അതിൻ്റെ മറ്റൊരർത്ഥം നിങ്ങൾക്ക് ചെറുപ്പം നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓട്ടത്തിന് പരിശീലിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്, രക്ഷിതാക്കൾ നിങ്ങൾ അതിനു വേണ്ടി പരിശീലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാഹചര്യവും ഒത്തു വന്നുകൊണ്ടാണ് നിങ്ങൾ ഓട്ട മത്സരത്തിൽ ജയിക്കുന്നത്. എനിക്ക് അതിനുള്ള പല സാഹചര്യം ജന്മനാ തന്നെ ഞാൻ ദുർബലനാവാം, എൻ്റെ ശാരീരക്ഷമത കുറവാകും, എനിക്ക് ന്യൂട്രീഷൻ ഫുഡ് വേണ്ടത്ര കിട്ടിയിട്ടുണ്ടാവില്ല, എനിക്ക് പരിശീലനം കിട്ടിയില്ല, ജോഗിങ് ഇല്ല, എനിക്ക് അതിനുള്ള മറ്റ് പരിശീലകരില്ല, ഞാൻ മത്സരം തോൽക്കുന്നു. അത് എൻ്റെ മെറിറ്റ് കുറവല്ല, എൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ അപര്യാപ്തതയാണ്. അത് മെച്ചപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ അയാളെ പുറത്താക്കുകയല്ല. ഇതാണ് വാദം. കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ച് PM ശ്രീ വലിയ രൂപത്തിൽ വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. PM ശ്രീ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പുതിയ സർക്കാരിനോടും PM ശ്രീ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായം ചോദിച്ച സമയത്ത് അത് മന്ത്രിസഭ കൂടിയിട്ടേ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അവർ LDF ഭരിക്കുന്ന കാലത്ത് അതിനെതിരെ വിമർശിക്കുകയും സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും PM ശ്രീ വിഷയത്തിൽ വലിയ രൂപത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. PM ശ്രീയിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകാൻ സാധ്യത കാണുന്നില്ലേ? ഈ PM ശ്രീ വിഷയം വന്ന സമയത്ത് ഈ കാര്യം മറ്റൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ ഇതുപോലെ വിശദമായി ഞാൻ എഴുതുകയും ചെയ്തിരുന്നു, പറഞ്ഞ കാര്യം. അതായത് PM ശ്രീ എന്നത് നമ്മൾ ഒരു ബ്ലൈൻഡായി, അത് ഇന്ത്യ അടക്കി ഭരിക്കുന്ന BJPയുടെ ഒരുപാട് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ള ഒരു പദ്ധതിയാണ് ഇതൊക്കെ. എന്നാൽ ഒരു ഇന്ത്യൻ സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കുന്ന ഇതുപോലെയുള്ള ഒട്ടേറെ പദ്ധതികൾ ഒരു സംസ്ഥാനം നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുകയോ അല്ലെങ്കിൽ നിർബന്ധിതരാകുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അതിനോട് പരമാവധി പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അതിനോട് നിലനിർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിലനിൽക്കാൻ എന്നുള്ളതാണ്. അന്ന് ആ തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടത്തി നോക്കിയിരുന്നു. അതായത് PM ശ്രീ ഒപ്പിട്ടാലേ ഞങ്ങൾ ഫണ്ട് തരൂ എന്ന് പറയുന്ന ഒരിക്കലും ന്യായമല്ലാത്ത, കാരണം ഒരിക്കലും അതിന് അങ്ങനെ ഒരു ക്ലോസ് വെക്കാനേ ഭരണഘടനാപരമായിട്ടോ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലോ പാടില്ലാത്തതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരു സർക്കാരിനോട് നമുക്ക് ചില പൊളിറ്റിക്കൽ ബദലുകൾ വെച്ചുകൊണ്ട് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷേ ആ ഒപ്പിട്ടതിനെതിരെ അല്ലെങ്കിൽ ഒപ്പിട്ട് നമ്മൾക്ക് ആ ഫണ്ട് കൈപ്പറ്റാം എന്ന തീരുമാനത്തിനെതിരെ വലിയ രീതിയിലുള്ള അജിറ്റേഷൻ, എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ റോഡ് ഉപരോധങ്ങൾ വരെ കണ്ണൂരൊക്കെ നടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രത്യക്ഷ സമരവും അതുപോലെ തന്നെ വലിയ പ്രചാരണവും. എന്ന് പറഞ്ഞത് സംഘപരിവാറിന് കേരള സർക്കാർ കീഴടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ അത് പറഞ്ഞ അധികാരത്തിൽ കയറി വന്ന മന്ത്രിയോട് എന്താണ് PM ശ്രീയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിക്കണം എന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ സൂചന. അത് കൃത്യമായും അതിലേക്ക് തന്നെ ഒരുപക്ഷെ ആ റെസിസ്റ്റൻസ് പോലും ഇല്ലാതെ പോയി കീഴടങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫണ്ട് കൈപ്പറ്റാൻ പോകുന്നു എന്ന് മാത്രമല്ല, വലിയ ഒരു കീഴടങ്ങൽ തന്നെയാവും BJPയുടെ മുമ്പിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. അതിനുള്ള മറ്റു പല തെളിവുകളും ഇതിനകം തന്നെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ കീഴടങ്ങിയാൽ നമ്മുടെ വിദ്യാഭ്യാസം എത്രത്തോളം നല്ല രൂപത്തിലേക്കാണോ അല്ലെങ്കിൽ മോശം രൂപത്തിലേക്കാണോ? ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഫെഡറൽ സിസ്റ്റത്തെ വെച്ചുകൊണ്ട് കൺകറന്റ് സംവിധാനത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തെ അതിൻ്റെ ആശയപരമായോ അതിൻ്റെ കണ്ടന്റ് പരമായോ അതിൻ്റെ സ്വതന്ത്രമായ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടെങ്കിൽ ആ ഫണ്ട് വാങ്ങുന്നത് വലിയ അപകടം ഉണ്ടാവില്ല. കാരണം പ്രധാനമന്ത്രിയുടെ ഒരു പടം സ്കൂളിൻ്റെ മുമ്പിൽ തൂക്കുക എന്ന് പറയുന്നതൊന്നും അത്ര വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഞാനതിനെ ന്യായീകരിക്കുകയല്ല, മറിച്ച് പെട്രോൾ പമ്പിൻ്റെ മുമ്പിലടക്കം ഉണ്ട് അത്തരം പടങ്ങൾ. പക്ഷേ അല്ലെങ്കിൽ മറ്റൊരുപാട് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൻ്റെ ആളുകൾ എന്ന രീതിയിൽ അതൊക്കെ ചിലപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ചെയ്യേണ്ടി വരും, അക്നോളജ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ഒരു സിലബസിലേക്കോ നമ്മുടെ പഠന സംവിധാനത്തിലേക്കോ കൈകടത്തുമ്പോൾ അത് അപകടകരമായി തീരും. ആ അപകടത്തെ റെസിസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ശിവൻകുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് എന്നുള്ളത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. ഇപ്പോൾ NCERT കൂട്ടിച്ചേർത്ത ചരിത്ര ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞു. നേരത്തെ അവർ വെട്ടിക്കളഞ്ഞതിനെ ഇവിടെ പുതിയ പാഠപുസ്തകം വെച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ എന്ത് തരത്തിലും ഞങ്ങൾ ആശയപരമായി ഞങ്ങളതിനോട് കീഴടങ്ങില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അത് നടത്തിയത്. പക്ഷെ അത്രത്തോളം ശക്തമായി നിലനിൽക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഈ സർക്കാർ കാണിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല.
നമുക്ക് കണ്ടറിയണം കോശി എന്ന് പറഞ്ഞതുപോലെയാണ് അതിൻ്റെ കാര്യം. ഓക്കെ. കഴിഞ്ഞ സർക്കാർ ഈ സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാഭ്യാസ നമ്മുടെ പുസ്തകങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു. എന്നാൽ അതിനെയൊക്കെ വിമർശിക്കുന്നു. മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും അതിനെയൊക്കെ വിമർശിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ യൂണിഫോം എല്ലാ ജെൻഡറിനും ഒരുപോലെയുള്ള യൂണിഫോമിനെ പറ്റി തീരുമാനിക്കുമ്പോഴും അതിനെ മുസ്ലിം ലീഗും കൂടെ മുസ്ലിം സംഘടനകളും അതിനെ വലിയ രൂപത്തിൽ എതിർക്കുന്ന ഒരു കാര്യവും നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത്. അത് എത്രത്തോളം മുസ്ലിം സംഘടനകളെ സംബന്ധിച്ച് എത്രത്തോളം അതിൽ ഇടപെടാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ട്? മുസ്ലിം ലീഗ് സത്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തോടുകൂടി ഒരു ക്രൂഷ്യലായി, മുൻകാലങ്ങളിൽ ഏറ്റെടുത്തതിനേക്കാൾ ക്രൂഷ്യലായി കാര്യങ്ങൾ മാറും എന്നുള്ള വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, കുറെ കൂടി ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ആശയം, അത് ആശയതലത്തിൽ അത്തരത്തിലുള്ള ഒരുപക്ഷെ വർഗീയ ആയുധമായി കൊണ്ട് തന്നെ ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ ഇതിനെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. 2, അസംബ്ലിയിലടക്കം 3 MLA അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ട്രോളിൽ കണ്ടതുപോലെയാണെങ്കിൽ 105 പേര് പരസ്പരമുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അന്തർധാര നിലനിൽക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്താവട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കിതിൻ്റെ ഈ അക്കാഡമിക് കാര്യങ്ങൾ തന്നെ പറയാം. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനം വളരെ കരുതലോടെ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വിത്ത് പാകിക്കൊണ്ടിരിക്കുന്ന വിഭജനത്തിൻ്റെ വർഗീയതയുടെ ഒരു കൊയ്തെടുക്കൽ വളരെ എളുപ്പമായി തീരും ഇവിടുത്തെ സംഘപരിവാരത്തിന് എന്നുള്ളത് മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അധികാരത്തിൻ്റെ ഹുങ്ക് അല്ല, അധികാരത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവർ ഇനി അങ്ങോട്ട് വളരെ വൈസായി കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വളരെ അപകടകരമായ സ്റ്റേജിലേക്ക് അത് പോകും. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലുള്ള കാര്യങ്ങളിലൊന്നും മത സംഭവങ്ങളൊന്നും അല്ല തീരുമാനം എടുക്കേണ്ടത്. അതൊക്കെ എടുക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു പുരോഗമന സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ ഒരു മതേതരമായ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നുണ്ട്. കാരണം മതേതരത്വത്തിന് പോറലേൽപ്പിക്കുന്ന ഒന്നിനെയും കേരള സമൂഹം അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോഴുള്ള ഈ കിട്ടിയിരിക്കുന്ന വോട്ടോ സീറ്റോ ഒന്നും അല്ല, ഇതൊന്നും ഒരു ശാശ്വതമായ സംഗതിയൊന്നുമില്ല. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ജനം തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അവർ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ അധ്യാപികമാരെല്ലാവരും സാരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ. അധ്യാപികമാർ ചുരിദാറും ഇടാം എന്നൊരു തീരുമാനം വന്നപ്പോൾ എന്തെല്ലാം പുകിലായിരുന്നു ആദ്യഘട്ടമെന്നറിയോ. അത് ഇതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തും, അധ്യാപികമാരുടെ വസ്ത്രധാരണത്തിൻ്റെ മാന്യതയും കുലീനതയും നഷ്ടപ്പെടുത്തും. ഇതെന്താണ് നമ്മളുടെ ഉള്ളിലൊരു ബോധത്തിൻ്റെ പ്രശ്നമാണ്. ഈ ബോധം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയ ചില ഒരു ബോധപരമായ ചില മേൽക്കൈ, ഒരു ഹെജിമണിയായിട്ട് നിൽക്കുന്ന ചില സാധനങ്ങളുണ്ട്. കാരണം ചില വസ്ത്രം ഗംഭീരമാണ് എന്നൊക്കെ അല്ലേ, അതിനെ പൊളിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. ഇതേ കാര്യം തന്നെ ഇപ്പോൾ ബാലുശ്ശേരി ഹൈസ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോൾ ഇവർ പലരും ഉന്നയിച്ചൊരു ചോദ്യമായിരുന്നു, പെൺകുട്ടികൾ എങ്ങനെയാണ് മൂത്രമൊഴിക്കുക, വലിയ ബുദ്ധിമുട്ടാവുന്നത്. ഇതൊക്കെ അപ്പം കുട്ടികൾ പറഞ്ഞാൽ അത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളെക്കാര്യത്തിൽ ബേജാറാവേണ്ടത്. അവിടെ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള യൂണിഫോം ഒരു പ്രയാസവും ആർക്കും പ്രയാസമില്ല. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അതുപോലെ തന്നെ വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രയോഗമാണ് നിങ്ങൾ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ. സെക്സ് എഡ്യൂക്കേഷൻ കേൾക്കുമ്പോഴേക്കും ചില പുരോഹിതന്മാരും മറ്റുമൊക്കെ വാളും എടുത്ത് ചാടുകയാണ്, ഇതൊന്നും ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് മുസ്ലിം ലീഗൊക്കെ അതിൻ്റെ അവരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് അതിന് ചൂട്ടുപിടിച്ചു കൊടുത്തതിൻ്റെ അപകടം അവരിനി അറിയാൻ പോകുന്നേ ഉള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ ഇനി ഇപ്പോൾ ഒരു ജുംബ ഡാൻസ് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ സമുദായ സംഘടനകൾ ഇങ്ങനെ ഇളക്കി കളിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞാൽ ചാടി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഫിസിക്കൽ വെൽബീയിങ്ങിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ എക്സസൈസിൻ്റെ ഭാഗമായി രാവിലെ ഒരു ഫ്രഷപ്പിന് ഒരു 10 മിനിറ്റ് സാധാരണ പണ്ടുമ്പോൾ നമ്മൾ മാസ് ഡ്രിൽ ചെയ്യുന്നതിന് പകരം മ്യൂസിക് വെച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഒന്ന് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഭയങ്കരമായ സാധനങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ തരത്തിൽ ഓരോന്നിനെയും മതത്തിൻ്റെ വളരെ കണ്ണാടി വെച്ചുകൊണ്ട് ഓരോന്നിനെ വിലയിരുത്തിയിട്ട് അത് പറ്റില്ല അത് പറ്റും എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളോ തിട്ടൂരങ്ങളോ മതസംഘടനകൾ ചിലരെങ്കിലും വരുത്തിയേക്കും. കാരണം അതിൽ ഒരുപാട് പിന്തിരിപ്പമായ ആൾക്കാരുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിൽ തന്നെ ഓരോ സമുദായ സംഘടനയിലും വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട്. അപ്പോൾ അതിൽ അവരുടെയൊക്കെ ചില അഭിപ്രായങ്ങളെ പേടിച്ചും
അല്ലെങ്കിൽ അവരോട് കൂട്ടുചേർന്ന് നോക്കിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് കാര്യങ്ങൾ നടത്താൻ പോകുന്നതെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് വലിയ അപകടകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിക്കുകയും ഇവിടെ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് തന്നെ വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കോവിഡിന് ശേഷമായിട്ട് ഓൺലൈൻ ക്ലാസ് വരുന്നതോടുകൂടി ഡാൻസ് കളിക്കുന്ന, പാട്ട് പാടുന്ന രൂപത്തിലുള്ള അധ്യാപകർ വരുന്നു. അതേപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവരുടെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന അവർ സിനിമ പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ് മാത്സിലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ രൂപത്തിലാണ്. നമ്മുടെ അധ്യാപകർ, ഇന്നത്തെ അധ്യാപകർ എത്രത്തോളം അപ്ഡേറ്റ് ആവേണ്ടതുണ്ട്? സത്യത്തിൽ ഇവിടെ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഒരുപക്ഷെ അധ്യാപക സമൂഹം നേരിടുന്ന വലിയ ഒരു ചലഞ്ചാണിത്. എക്കാലവും ഈ ഒരു തലമുറയുടെ ക്ലാഷ് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ ഉണ്ടാവും. കാരണം കുട്ടികൾ പുതിയതാണ്, അധ്യാപകർ പഴയതാണ് എന്നുള്ള പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ ഇത്രമാത്രം വളർന്ന ഒരു കാലത്തായിരുന്നു. ഇപ്പോൾ AI ടെക്നോളജിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞ ഒരു കാലത്ത് നമ്മളിപ്പം വിളിക്കുന്നവരുടെ പേര് ജെൻസിയും കഴിഞ്ഞ ആൽഫ ജനറേഷൻ എന്നാണ് ഇപ്പം പറയുന്നത്. ബീറ്റ ജനറേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലത്ത് അധ്യാപകർ നിൽക്കുന്നത് പഴയ മില്ലേനിയൻസ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ ഈ ഒരു വലിയ ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അധ്യാപകരെ സംബന്ധിച്ച് അവരുടെ ഭാഷ, അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ആ ഒരു പഴയ രീതി തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടുമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളപ്പം നിങ്ങൾ പറയുന്ന ചില ഓൺലൈൻ ചാനലുകളും മറ്റുമൊക്കെ വിദ്യാഭ്യാസ ചാനലുകളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഈ നമ്പറുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില സാധനങ്ങളോടുകൂടി ഈ കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കാനും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തോട് പിടിച്ചിരുത്താനും സാധിക്കുന്നു എന്നതാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചില സ്ട്രാറ്റജീസ് സ്കൂളുകളിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവിടെ കുട്ടികൾ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, പക്ഷേ അവരുടെ മനസ്സവിടെ ഇരുന്നോളണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള വിദ്യാഭ്യാസം ഇന്ന് വളരെ പ്രയാസകരമാണ്. എന്നിട്ടും നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ആകർഷകവും കൂടി അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ കരിക്കുലം ട്രാൻസാക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങളായിട്ടുണ്ട് എല്ലായിടത്തും. പിന്നെ അതിനുള്ള ക്ലാസ്സിൻ്റെ അകത്തും അതിനുള്ള സംവിധാനങ്ങളുണ്ട്, കണ്ടൻറ്റുകളും ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. പറയുമ്പോൾ ടീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്യുപ്പ് ചെയ്താൽ മതി. അതിനുള്ള അവർക്കുള്ള പരിശീലനങ്ങൾ വരെ കൊടുക്കാനുള്ള സംവിധാനവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടുത്തുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും ഇതിനോടൊരു വിമുഖത, അത് സ്വാഭാവികമാണ്. ആ വിമുഖത അത് മനഃപൂർവ്വം മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മുടെ ബാങ്ക് സ്റ്റാഫിന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അവർ പക്ഷെ അവർക്ക് ജോലി ചെയ്യാൻ മറ്റു മാർഗ്ഗമില്ല. പണ്ട് 100 ആൾ ഇരുന്ന് റെസിപ്റ്റും ചലാനും എഴുതിയെടുത്ത് ഇന്ന് 4 ആളുകൾ ഇരുന്നിട്ടാണ് ഒരു ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് കൈകാര്യം ചെയ്യുന്നത്. കാരണം അതില്ലെങ്കിൽ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവർക്ക് അവിടുന്ന് പുറത്തള്ളപ്പെടും. അവർ ഈ ഒരു അവസ്ഥ സ്കൂളിൽ വരികയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു ടെക്നോ ഫിയർ പോലും ഉണ്ടാകാം, അതിനെയൊക്കെ അതിജീവിച്ച് റെസിസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ എക്സിസ്റ്റൻസ് ഉറപ്പിക്കേണ്ടതുണ്ട് എന്നതിലേക്ക് അവരെത്തിയിട്ടില്ലെങ്കിൽ ഈ ക്ലാഷ് വർദ്ധിക്കുകയും സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വീണ്ടും നഷ്ടപ്പെടുകയും കുട്ടികൾ മറ്റ് മീഡിയം അന്വേഷിച്ച് പോവുകയൊക്കെ ചെയ്യും. ഇപ്പം തന്നെ ഒട്ടേറെ കുട്ടികൾ ഞങ്ങൾ പഠിപ്പിച്ചോ, ഞങ്ങൾ ഓർ പഠിച്ചോളാം എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തിക്കും. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ പഠിപ്പിക്കണമെന്നേ ഇല്ല എന്നവർ തുറന്നു പറയുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ, ഞാൻ മുമ്പ് ഉപയോഗിച്ച ഒരു കോയിൻ ചെയ്ത ഒരു ടെർമിനോളജി ഉണ്ട്, ടീച്ചിങ് ഡിസബിലിറ്റി എന്ന്. നമ്മളിന്ന് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചേ പറയാറുള്ളൂ. ടീച്ചിങ് ഡിസബിലിറ്റി എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ട്, കാരണം അതിനെ മറികടക്കാൻ അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് നിലവിൽ മാറിയിട്ടുണ്ട്. അവർ ഏതെങ്കിലും ഒരു പബ്ലിക് പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ സെൽഫി എടുക്കുന്ന രൂപം, നടന്മാരുടെ കൂടെയൊക്കെ സെൽഫി എടുക്കുന്ന രൂപത്തിലേക്ക് ആ അധ്യാപകർ മാറിയിട്ടുണ്ട്. കൂടാതെ ഈ കുട്ടികൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ അധ്യാപകർ അവസാന സമയത്ത് പരീക്ഷാ സമയത്ത് അവർ ഒരു 11 പാഠങ്ങൾ അല്ലെങ്കിൽ 10 പാഠങ്ങൾ ഒരുമിച്ച് അവരെടുക്കുന്ന ഒരു ക്ലാസ്സിനെ പോലെ നമുക്ക് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നില്ല. ആ അവസാനം അവർ നൽകുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ മാത്രം നമുക്ക് നല്ല രൂപത്തിൽ മാർക്ക് നേടാൻ സാധിക്കുന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ PSC ഒക്കെ പാസ്സായ അധ്യാപകർക്ക് എത്രത്തോളം പ്രശ്നമാണ് ഇത്തരത്തിലുള്ള അധ്യാപകർ? അത് അങ്ങനൊരു പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞ അവസാനത്തേക്ക് എല്ലാം കൂടി ഒരു
ക്യാപ്സ്യൂളായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അതൊന്നും സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമേ അല്ല. നമ്മുടെ ചില പരീക്ഷാ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ചില കുറുക്ക് വഴികൾ അതിനു വേണ്ടിയ മാനിപ്പുലേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊന്നും നമ്മൾ ഇവിടെ പ്രശ്നവൽക്കരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത് നമ്മൾ ഇവിടെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നത്. അതേ സ്ഥാനത്ത് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്കൂൾ അധ്യാപകരുണ്ട് സ്കൂളുകളിൽ. അത് നമ്മൾ കാണാത്തതുകൊണ്ടാണ്. ഒരു സ്കൂളിൽ 20 അധ്യാപകരുണ്ടെങ്കിൽ അതിൽ 10 ആൾ നിങ്ങൾ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരോ അല്ലെങ്കിൽ 15 ആളുകളുള്ളവരോ ഉണ്ട്. കുട്ടികളായിട്ട് ഭയങ്കര സൗഹൃദമുള്ള, അവരോട് പാട്ട് പാടുന്ന, അവർക്ക് അവരുടെ മീഡിയത്തിൽ കാണിക്കുന്ന. ഇപ്പോൾ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോൾ പുറത്തു കൊണ്ടുപോയി കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒറ്റപ്പെട്ടവർ. ഇപ്പം ഇന്നത് വളരെ സിസ്റ്റമാറ്റിക്കായി തന്നെ അതിലേക്ക് കൊണ്ടുവരുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. ആ അല്ലാത്തവരാണ് കൂടുതലുള്ളിടത്തൊക്കെയാണ് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുക. അപ്പോൾ അതിനെ അങ്ങനെ മാറ്റിയെടുക്കേണ്ടത്. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം അവസാനത്തെ ഈ ഒരു പരീക്ഷയുമായുള്ള മാർക്കുമായി മാറിപ്പോയതാണ് സത്യത്തിൽ നമ്മുടെ ഒരു പ്രശ്നം എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ വെറിയും കടന്നു വരുന്നത്. അതിപ്പോൾ ഒരു എൻട്രൻസ് ഒക്കെ ഓറിയൻറ്റഡ് ആയി നിങ്ങൾ സംസാരിക്കുന്നതിന് പ്രശ്നമാണ്. കാരണം നമ്മൾ ട്യൂഷൻ സെൻ്റർ എന്ന് പറയുമ്പോൾ പലപ്പോഴും എൻട്രൻസ് ഓറിയൻറ്റഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 ലക്ഷം ആളുകൾ അല്ലെങ്കിൽ 3 ലക്ഷം കുട്ടികൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയാൽ ഒരു 35,000 ആൾ 10% മാത്രം കേസാണ് നിങ്ങളുള്ളത്. പക്ഷേ 90% ഇപ്പുറത്തുണ്ട്. അത് നമ്മൾ കാണാതെ പോരുത്. അവരിലും നന്നായിട്ട് നാളത്തെ സമൂഹത്തെ നയിക്കേണ്ടവർ, പല രീതിയിൽ പല മേഖലയിലേക്ക് എത്തേണ്ടവർ, ആത്യന്തികമായി മനുഷ്യ സ്നേഹത്തിൻ്റെയും മനുഷ്യനെ ഒന്നിച്ച് നിലനിൽപ്പിൻ്റെയും പാഠങ്ങൾ പഠിക്കുന്ന സ്ഥലവും കൂടിയാണല്ലോ സ്കൂൾ എന്ന് പറയുന്നത്. അല്ലാതെ ഈ മത്സരത്തിനെയും തോൽപ്പിക്കലിനും മാത്രമല്ലല്ലോ. അപ്പോൾ ആ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് വരുന്നൊരു തലമുറ സ്കൂളുണ്ട്. അതില്ലെങ്കിൽ വലിയ അപകടമാവും. കാരണം എൻട്രൻസ് എന്ന് പറയുന്നത് ജയിക്കാൻ മാത്രമല്ല തോൽപ്പിക്കാനുള്ള പരിശീലനവും കൂടിയാണ്. അപ്പോൾ മറ്റിടത്തിൽ അതല്ല, പരസ്പരം ഒന്നിച്ച് ചേർന്ന് ജയിക്കുന്ന ഒരു സാധനവും കൂടി ചേർന്നാണ് ജീവിതം എന്ന് പറയുന്നത്. ഞാൻ എൻട്രൻസിനെ തള്ളിപ്പറയുകയോ പരീക്ഷ തള്ളിപ്പറയുകയല്ല. പക്ഷെ അതാണ് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്നുള്ള തെറ്റിദ്ധാരണ വ്യാപകമായിട്ടുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ്. അധ്യാപകർ കുട്ടികൾക്ക് മാർക്ക് ഇടുന്നു, അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇപ്പോൾ CA മാർക്കൊക്കെ CE മാർക്കൊക്കെ ആ രൂപത്തിലാണ് ഇടുന്നത്. കുട്ടികൾ അധ്യാപകർക്ക് മാർക്ക് ഇടുന്ന ഒരു കാലഘട്ടം വരേണ്ടതില്ലേ? പ്രത്യേകിച്ചിട്ടും ചില അധ്യാപകർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. ചിലപ്പോൾ അവർ നന്നായിട്ട് സിലബസ് ചിലപ്പം കംപ്ലീറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ആ രൂപത്തിൽ ക്ലാസ് ചിലപ്പോൾ നന്നായിട്ട് കുട്ടികളുടെ അടുത്ത് പെരുമാറുന്നുണ്ടാവാം. ആ രൂപത്തിൽ അധ്യാപകർക്ക് കുട്ടികൾ മാർക്ക് ഇടുന്ന ഒരു സിസ്റ്റം വരേണ്ടതില്ലേ? ചില പുരോഗതി നേടിയ വല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലും ചില സംവിധാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മാർക്കിടൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അത് സ്കൂളിനേക്കാൾ കുറച്ചുകൂടി ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ വലിയ രീതിയിൽ അതുണ്ട്. യൂണിവേഴ്സിറ്റിയിലൊക്കെ പിന്നെ അങ്ങനെ കുട്ടികളുടെ അസസ്മെൻറ്റ് അധ്യാപകരുടെ ഗ്രേഡിനൊക്കെ ബാധിക്കുന്നുണ്ട്. ഐഡിയോളജിക്കലി ആലോചിച്ചാൽ എന്തായാലും പറയുക, ഒരു അത്തരത്തിലുള്ളൊരു ആലോചന ആശയപരമായി നോക്കിയാൽ അത് ശരിയാണ്. അങ്ങനെയാണ് വേണ്ടത്. കാരണം ഗുണഭോക്താവാണ് അത് എൻ്റെ വിലയിരുത്തൽ നടത്തേണ്ടത്. പക്ഷേ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ മാസീവ് സിസ്റ്റമാണ്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരുപാട് ക്ലാസ്സിൽ വിഭാഗത്തിൽപ്പെട്ട പലതരത്തിലുള്ള സൊസൈറ്റിയുടെ പല വ്യത്യസ്ത ധാരയിൽ നിന്നുള്ള ആളുകളൊക്കെ ഉള്ളതാണ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവർ ഓരോരുത്തരെയും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിലേക്ക് പോയാൽ അത് എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഓരോരുത്തരുടെ താല്പര്യങ്ങൾ പല രീതിയിലുള്ള സംഗതികളെ വെച്ചുകൊണ്ടാവും. അതേസമയം നിങ്ങളിപ്പോൾ പറയുന്ന ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് വരുന്ന ഒരു മാഷ വേണമെങ്കിൽ അടുത്ത കുട്ടിക്ക് മാർക്കിടാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒറ്റ ലക്ഷ്യത്തിന് വരുന്നവരാണ്. അവർക്ക് ഫിസിക്സ് പഠിപ്പിക്കുന്ന മാഷ് ഫിസിക്സ് എങ്ങനെ ഞങ്ങൾക്ക് എൻട്രൻസിന് എഴുതാൻ പഠിപ്പിക്കുന്നു എന്ന് മാത്രം നോക്കി മാർക്കിടാൻ പറ്റും. മാത്രമല്ല അവിടെ എത്തുന്ന കുട്ടികളും ഒരുവിധം എല്ലാവരും ഒരേ ബൗദ്ധിക നിലവാരമുള്ളവരോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷേ സ്കൂളിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്കൂളിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ നീതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടാവും. അയാളുടെ ആ നീതിബോധത്തിനെയാവും ഒരു പക്ഷേ ഏറ്റവും ആദ്യം മാർക്കിടേണ്ടി വരിക. അയാളുടെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഏറ്റവും മാർജിനലൈസ്ഡുള്ള കുട്ടിയായിരിക്കും. മറ്റേ കുട്ടിക്ക് ചിലപ്പോൾ എന്നെ വേണ്ടത്ര പരിഗണിക്കുന്ന ആളായി പറയും. ആ കുട്ടിക്കായിരിക്കും മാർക്കിടാനുള്ള ശേഷി കൂടുതലുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് അതിനെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ ആ തരത്തിലുള്ളൊരു സംഗതി പ്രായോഗികമായി ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അതേസമയം ആശയപരമായി എതിർക്കാനൊന്നും ആർക്കും കഴിയില്ല. പക്ഷേ പ്രായോഗികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നമ്മൾ കുറച്ചുകൂടി വളരേണ്ടതുണ്ട്. അങ്ങനെ എത്തുമ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളെയൊക്കെ മറികടന്ന്
എല്ലാവരും തുല്യതയുടെ ഒക്കെ ഒരു തലത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ മാത്രം ആലോചിക്കാവുന്ന ഒന്നായിരിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ചില കോമൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് ചില ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നു. ആ ഇൻഡിക്കേറ്റേഴ്സിനോട് കുട്ടികൾ റെസ്പോൺസ് എടുത്തിട്ട് അതിന് വേണ്ടി നമുക്ക് റാൻഡം ആയിട്ടൊരു ഒരു ഒരു ഇതൊക്കെ നടത്താൻ പറ്റും. വേറെ ഒരു ഏജൻസിക്ക് വേണമെങ്കിലൊക്കെ പഠിക്കാനൊക്കെ പറ്റും. ഒരു പഠനം എന്നേ പറ്റൂ. അതൊരു ഫൈനൽ റാങ്കിങ്ങോ അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന ശമ്പളത്തെ ബാധിക്കുന്ന ഒരു ഘടകമൊക്കെ ആയി വരുമ്പോൾ ഇഷ്യൂ വേറെ ഒരുപാട് ഘടകം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ക്ലാസ്സിൽ കയറാത്ത അധ്യാപകരുണ്ടായിരുന്നു. അവസാന സമയത്ത് ഓടിച്ച് ക്ലാസ് എടുക്കുന്ന, കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും നോക്കാത്ത അധ്യാപകരുണ്ട്. ഇന്നും പ്രത്യേകിച്ചിട്ടും നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ, നമ്മുടെ സെൽഫ് ഫിനാൻസ് സ്കൂളുകളിൽ കുറച്ചും കൂടി അവരുടെ പെർഫോമൻസ് ഒക്കെ നോക്കാനായിട്ടുള്ള സിസ്റ്റം ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എങ്കിൽ പോലും അത്തരത്തിലുള്ള അധ്യാപകരെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അധ്യാപകർ ഇപ്പം അധികം ഇല്ല. കാരണം അങ്ങനെ അധ്യാപകരുള്ള സ്ഥലത്ത് സ്കൂൾ നിലനിൽക്കാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തത്, അക്കാലത്തൊന്നും അങ്ങനെ ഒരു പാരൻസിൻ്റെ ഒരു വിജിലൻസോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ തലം ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല. ഇന്നിപ്പോൾ നമുക്കൊക്കെ 1-2 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ ഒരു പൊതുവിദ്യാലയത്തിലാണ്, എയ്ഡഡിലോ ഗവൺമെൻറ് എവിടെയായാലും ആക്കിക്കഴിഞ്ഞാൽ അവിടെ പാരൻസിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലാണ്. പിന്നെ മാത്രമല്ല, രക്ഷിതാക്കളും ആവറേജ് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ ബാപ്പാക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം ഞാൻ മോണിറ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നില്ലെങ്കിൽ അത് ആ ദിവസം തന്നെ, മാത്രമല്ല നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയില്ല, മുമ്പത്തെ പോലെ ടീച്ചറും കുട്ടിയും തമ്മിൽ നടക്കുന്ന പ്രോസസ്സല്ല ഇപ്പോൾ എഡ്യൂക്കേഷൻ. അതിന് ഒരു ട്രയാങ്കുലർ സ്വഭാവം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പാരൻ്റ് എന്ന് പറയുന്ന നിർണായക ഘടകമാണ്. ടീച്ചറും രക്ഷിതാവും തമ്മിലാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കുട്ടിയേക്കാൾ. അതിന് പിന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതുകൊണ്ട് ക്ലാസ് ഗ്രൂപ്പുകൾ, പേഴ്സണൽ മെസ്സേജുകൾ, കോളുകൾ, കാരണം അതൊക്കെ അത്ര ആക്സസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പറയും പോലെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമോ സംഘടനാ പ്രവർത്തനമോ മറ്റെന്തെങ്കിലും ആയിട്ടൊന്നും ഒരാൾ ഉഴപ്പി നടക്കുക, അല്ലെങ്കിൽ സ്കൂൾ വരാണ്ടിരിക്കുക, ക്ലാസ് എടുക്കാതിരിക്കുക, അങ്ങനെയൊന്നും ഇപ്പം ഇല്ല. അതൊക്കെ നമ്മുടെ ചില നമ്മുടെ പഴയ കാലം വെച്ച് വിലയിരുത്തുകയാണ്. അതാണ് ഞാൻ എൻ്റെ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത്. ഈ പണ്ട് സ്കൂളിലങ്ങാൻ പോയ കാര്യം വെച്ചിട്ടോ കേട്ട കാര്യം വെച്ചിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന എന്തെങ്കിലും മെസ്സേജ്, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കണ്ടില്ല ചില പിന്നെ കുട്ടികളൊക്കെ എന്തെങ്കിലും വിഡിത്തം അല്ലെങ്കിൽ തമാശയൊക്കെ എഴുതി വെച്ചതൊക്കെ, ഇതാണ് സ്കൂളിൻ്റെ നിലവാരം, ആൻസർ ഷീറ്റ്. ഈ ആൻസർ ഷീറ്റൊക്കെ തമാശയ്ക്ക് ആൾക്കാർ പഠിച്ചു വിടുന്നതാണെന്ന് പോലുമുള്ള കോമൺ സെൻസ് ഇല്ലാതെ ആണ് പല ഇതിനെ പറ്റിയൊക്കെ പറയാറുള്ളത്. അപൂർവം ചില സാധനങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാരണങ്ങളും ഉണ്ടാവും. എന്നാൽ അതെടുത്ത് പുറത്ത് വിടുന്നത് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കാര്യം എന്താണെന്ന് മനസ്സിലാവാത്തവനായിരിക്കും. അതൊക്കെ വെച്ചിട്ട് സ്കൂൾ എഡ്യൂക്കേഷനെ വിലയിരുത്തരുത് എന്നുള്ളതാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കാണുന്ന ഒരു വീഡിയോ ഒരു ചാനലിൽ കാണിക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾ പറയുന്നത് ഞങ്ങളുടെ സിലബസ് കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ സ്കൂളുകളുടെ സമയം എത്രയോ കാലങ്ങളായി ചർച്ച ചെയ്യുന്നതാണ്, 8 മണി മുതൽ 2 മണി വരെ ആക്കണമെന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ സർക്കാർ അത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ മദ്രസയുടെ പേര് പറഞ്ഞ് മുസ്ലിം സംഘടനകൾ വലിയ രൂപത്തിൽ, അതേപോലെ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ അവരുടെ ക്ലാസ്സിനൊക്കെ ബാധിക്കുമെന്നുള്ള രൂപത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ക്വാളിറ്റി എഡ്യൂക്കേഷന് സ്കൂളുകളുടെ സമയത്തിലും സിലബസിന്റെ വലുപ്പത്തിന്റെ കുറവിലും ഒക്കെ ക്വാളിറ്റി എഡ്യൂക്കേഷന് കാര്യം വളരെ നിർണായകമാണ്. കാരണം ഇത് സത്യത്തിൽ അധ്യാപകരുടെ കുട്ടികളുടെ സ്കൂളിൻ്റെ ഒന്നും ആവശ്യമല്ല ഇത്രയേറെ വോളിയം ഈ സിലബസിന് രക്ഷിതാക്കളുടെ ആവശ്യം. ഇതെന്തെങ്കിലും ഒരു ഭാരം കുറച്ച് കുട്ടികൾക്ക് കുറേ കൂടി നല്ല രീതിയിൽ അത് മനസ്സിലാവുന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടൻ്റാക്കി പഠിപ്പിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് വിടുകയാണ് വേണ്ടത് എന്നുള്ളത് എല്ലാ വിദ്യാഭ്യാസ വീക്ഷണവും സമ്മതിക്കുന്നു. നമ്മൾ പലതവണ ആവശ്യപ്പെട്ടോ നടപ്പാക്കാൻ ശ്രമിച്ചതുമായ കാര്യമാണ്. പക്ഷേ സമൂഹം അനുഭവിക്കുമ്പോൾ അത് NCERT അത്രയുണ്ട്, മറ്റേ CBSE ഇത്രയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെതിരെ അപ്പോഴേക്കും കണ്ടന്റിനെ തുലാഭാരം നടത്തുകയും ആ പ്രശ്നമൊക്കെയാണ് ഇതിൽ പലപ്പോഴും ബാധിച്ചിട്ടുള്ളത്. സത്യത്തിൽ കുട്ടികൾ ആവശ്യപ്പെടുന്നത് വളരെ ശരിയായ കാര്യമാണ്. എന്നാൽ അത്രേ ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ടതുള്ളൂ. അതിൻ്റെ ബാക്കി പഠിക്കേണ്ടെന്നല്ല അർത്ഥം. അതിൻ്റെ ബാക്കി പഠിക്കാനുള്ള ലോകം അവരുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലൂടെ പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതൊന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏതായാലും ഇനി പലപ്പോഴും ഇതിലെ തമാശ ഇടതുപക്ഷ ഗവൺമെൻറ്റോ അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയോ വകുപ്പോ ഇതൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിനെ എതിർത്തവരും വളരെ അന്ധമായി ഒന്നുകിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും രാഷ്ട്രീയമായ എതിർപ്പിൻ്റെ പേരിൽ ഇതിനെയൊക്കെ ചില ഗ്രൂപ്പുകളെ വെച്ച് അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചവരാണ് ഇപ്പം ഭരണത്തിലുള്ളത്. അവർ വിചാരിച്ചതൊക്കെ എളുപ്പമാണ്. കാരണം
അതിനെപ്പറ്റി നല്ല സെൻസുള്ള ആളുകളാണ് ഇപ്പുറത്തുള്ളത് എന്നതുകൊണ്ട് തന്നെ അവര് എതിർക്കാനൊന്നും പോവാ എതിർക്കേണ്ട കാര്യമല്ല, എതിർക്കില്ല. കാരണം നമ്മൾ നടപ്പാക്കാൻ ആഗ്രഹിച്ച കാര്യമാണല്ലോ പ്രതിപക്ഷം അല്ല ഇപ്പോഴത്തെ ഭരണപക്ഷം നടപ്പാക്കുന്നത്. അതുകൊണ്ട് നല്ല സന്തോഷമുള്ള കാര്യം. സ്കൂൾ ടൈമിങ്ങിന്റെ കാര്യത്തിൽ നടപ്പാക്കാൻ ഏറ്റവും സാധിക്കുക മുസ്ലിം ലീഗ് ഭരിക്കുമ്പോഴാണ്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ പോലും വലിയ രീതിയിൽ എതിർപ്പുണ്ടാക്കിയിട്ടില്ല. ഇവിടുത്തെ മുസ്ലിം സംഘടനകളാണ് മദ്രസ എഡ്യൂക്കേഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളിൽ പലപ്പോഴും ഇതേതാണ്ട് 25 കൊല്ലമായിട്ട് ഈ സമയമാറ്റം ചർച്ചയിലുണ്ട്. സ്കൂൾ സമയമാറ്റം നടപ്പാക്കി കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണ് വരുന്നതെന്ന് ആലോചിച്ചാൽ മുസ്ലിം സംഘടനകൾക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അവരുടെ സമയം മദ്രസ സമയം വൈകുന്നേരങ്ങളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ വീക്കിലി 2 ദിവസത്തേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്തുകൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമുള്ളൂ. ഒരുപാട് മദ്രസകൾ അങ്ങനെ ഉണ്ടല്ലോ. ഒരുപാട് മദ്രസകൾ, മിക്ക മദ്രസകളും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ഇവരുടെയൊക്കെ പലരുടെയും മക്കൾ CBSE സ്കൂളിൽ പോകുന്നവരൊന്നും രാവിലെ മദ്രസ പോകുന്നവരല്ല. അവരൊക്കെ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ മദ്രസ പോകുന്നവരാണ്. അവർ ബാക്കിയുള്ളവരെ ഈ ദിവസവും രാവിലെ 9:30 വരെ മദ്രസ പോകണം എന്നുള്ള വാശിയിലേക്ക് കൊണ്ടുവന്ന് എതിർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം പഠിക്കാൻ സുന്ദരമായ സമയം ഒരു ഉച്ചര 12-1 മണിയോടുകൂടി അത് കഴിയുക. ഉച്ചഭക്ഷണം കഴിഞ്ഞ ശേഷം സ്കൂളിൽ നടത്തേണ്ട എന്തെല്ലാം ആക്ടിവിറ്റികൾ, കുട്ടികൾക്ക് ലൈബ്രറി ഉപയോഗിക്കാനുള്ള സമയം കിട്ടുന്നു, കളിക്കാനുള്ള സമയം കിട്ടുന്നു, ലാബിൽ സമയം കിട്ടുന്നു, സൗഹൃദത്തിന് സമയം കിട്ടുന്നു, നാച്ചർ ക്ലബ്ബിൽ പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നു, പ്രകൃതി അറിയാനും മരം നടാനും എന്ന് വേണ്ട എല്ലാ സ്പോർട്സിനും ഒക്കെ സമയം കിട്ടുന്നൊരവസ്ഥയാണ്. അല്ലാതെ 1 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് പോരുകയല്ല. അവിടെ ഉച്ചഭക്ഷണമൊക്കെ കൊടുത്ത ശേഷം സ്വന്തം പഠിക്കേണ്ടവർക്ക് ഇരുന്ന് ക്ലാസ് മുറിയിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ, നോട്ട് ചെയ്ത് തീർക്കാനുള്ളവർക്ക് അത് എഴുതി തീർക്കാൻ, ടീച്ചറുടെ ഒരു അഡീഷണൽ ക്ലാസ് സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് കുട്ടികൾ ടീച്ചറെ പോയി കാണാൻ, പിയർ ഗ്രൂപ്പ് സ്റ്റഡി അറേഞ്ച്. എങ്ങനെ നമുക്ക് സ്കൂളിൽ ഇല്ലാത്തത് എന്താ സമയമാണ്. ഒരു കുട്ടി കുറച്ച് ബാക്ക്വേർഡ് ആണെങ്കിൽ ആ കുട്ടിയെ പ്രത്യേകമായി ഒന്ന് നോക്കി സപ്പോർട്ട് ചെയ്യാൻ ടീച്ചർക്ക് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സംഗതിയായിരിക്കും അത്. 2, സ്കൂളിലേക്ക് കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്കറിയാം ട്രാഫിക് ഇഷ്യൂസ്, ബസ് കമ്മ്യൂട്ടിങ് ഇഷ്യൂസ്. ഇത് നമ്മുടെ ഓഫീസ് ടൈം ഇതെല്ലാം കൂടിയായി വരുമ്പോൾ ഒരേ സമയമാകുമ്പോൾ ഉണ്ടാകുന്ന ടൈറ്റ് ട്രാഫിക്കിലൊക്കെ ഇതൊക്കെ മാറും. പിന്നെ ആകെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ചില പ്രശ്നങ്ങൾ അത് ഇതായിരുന്നു. ഉച്ചയ്ക്ക് അന്ന് ചർച്ചയിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഓഫീസ് ടൈമും സ്കൂൾ ടൈം ഒന്നിച്ചാകുമ്പോൾ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കൾക്ക് കുട്ടികളെയും കൊണ്ട് ഇറങ്ങാനും തിരിച്ചു കൂട്ടാനൊക്കെയുള്ള സൗകര്യം അതിലൊരു ചെറിയ സമാനം മിക്കയിടത്തുനിന്ന് സ്കൂൾ ബസ്സുകൾ മറ്റേ കഴിഞ്ഞു. രക്ഷിതാക്കളെ കൊണ്ടുപോയി വിടുന്ന സംവിധാനം വളരെ കുറവാണ്. എല്ലായിടത്തും ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒന്ന് രാവിലെ 8 മണിക്കാണ് സ്കൂളിൽ 10 മണിക്ക് പോകേണ്ട ആൾക്കാർക്ക് ഒന്ന് സ്കൂളിലേക്കോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലേക്കോ എത്തിക്കാനൊക്കെ പറ്റും. പക്ഷെ വേറൊരു പ്രശ്നം, അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന വീടുകളിൽ ഈ ഉച്ചക്ക് കുട്ടികൾ എത്തരുത്. അതാ ഞാൻ പറഞ്ഞു, അവർ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുന്നില്ല. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വരുന്ന സാഹചര്യമേ ഉണ്ടാവരുത്. അവർ വൈകുന്നേരം 4 മണി വരെ സാധാരണ പോലെ തന്നെ സ്കൂൾ ഫങ്ഷൻ ചെയ്യും. പക്ഷെ അത് ഈ പറയുന്ന ഫിക്സഡ് ടൈം ടേബിൾ വെച്ചുള്ള പഠനമായിരിക്കില്ല. അത് ഉച്ചയോടുകൂടി കഴിയും. ആ സിസ്റ്റമാണ് കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവരാൻ ഇവിടുത്തെ 3-4 മുസ്ലിം സംഘടനകളുമായി ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വമോ അല്ലെങ്കിൽ സർക്കാർ നേതൃത്വമോ ഒന്നിരുന്നാൽ നാളെ പ്രഖ്യാപിക്കാവുന്ന ജൂൺ 1 ഇന്ന് മുതൽ നടപ്പാക്കാവുന്ന കാര്യമാണ്. കാരണം ഇതിനെ എതിർത്ത് തോൽപ്പിച്ചത് ഇക്കാലം വരെ ഇവരാണ്. അവർ മനസ്സ് വെച്ചാൽ അത് കേരളത്തിലെ വലിയ ഒരു വിദ്യാഭ്യാസ രംഗത്തെ മാറ്റമായിരിക്കും. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്നും ശബ്ദിച്ചിരുന്ന ഒരാളാണ് താങ്കൾ. താങ്കളുടെ അവസാന കാലഘട്ടത്തിൽ പോലും നമ്മുടെ അവസാന കാലഘട്ടം, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പോലും അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും അവരൊക്കെ താങ്കൾ പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ വിഷമത്തോടെയാണ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്കൂളുകൾ എത്രത്തോളം ഡിസേബിൾ ഫ്രണ്ട്ലി ആവേണ്ടതുണ്ട്? ഞാൻ ഈ സമഗ്ര ശിക്ഷ കേരള എന്ന പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ ഒരു 10 വർഷം ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് സത്യത്തിൽ ആ കുട്ടികളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും അവർക്ക് വേണ്ടി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. എൻ്റെ പേഴ്സണൽ പാഷൻ എന്നതിനേക്കാൾ ഉദ്യോഗമായിട്ട് കിട്ടിയൊരു അവസരമാണ് അത്. പിന്നീട് അതൊരു വ്യക്തിപരമായ വലിയൊരു ഡെഡിക്കേഷനായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ഇൻക്ലൂഷനും അവരുടെ മറ്റ് തെറാപ്പിയൊക്കെ ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ ഉറപ്പുവരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം സമഗ്രശിക്കാണ്. അതിൻ്റെ ഭാഗമായി അവർക്കിപ്പോൾ സ്കൂളിൽ ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാൻ ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഒന്നും ഉത്തരം കുട്ടികൾ ചിലപ്പോൾ അഡ്മിഷൻ വരെ കൊടുക്കാൻ സ്കൂളുകാർ മടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ വന്നാൽ തന്നെ മെല്ലെ പുറന്തട്ടുകയായിരുന്നു. 10ാം ക്ലാസ് എത്തുന്നതിനും പറഞ്ഞ് ഒഴിവാക്കിയിട്ട് റിസൾട്ടിനെ നോക്കി ചെയ്യായിരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ പ്രയോഗതലത്തിൽ അവർ നടത്തിയിരുന്ന ഇത്തരത്തിലുള്ള പല എക്സ്ക്ലൂഷനെയും
തടയാനും ഒക്കെ നമുക്ക് നിയമം വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ അതിനൊരു മോണിറ്ററിങ് നടത്താനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 വർഷത്തെ ഓരോ വർഷം നടത്തുന്ന 5 ദിവസം അധ്യാപക പരിശീലനത്തിലൊക്കെ ഒരു ദിവസം ഈ കാര്യങ്ങൾ പ്രത്യേകം സർക്കാർ തന്നെ കൊണ്ടുവരികയും അങ്ങനെ അതിനൊക്കെ നന്നായി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാ അധ്യാപകരും തന്നെ അതിനെക്കുറിച്ച് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സഹതാപം എന്ന സ്ഥാനത്തിൽ നിന്ന് മാറിയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന തരത്തിലേക്ക് തന്നെ അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും നടത്തിയിട്ടുണ്ട്. പിന്നെ സ്കൂളിലെ ഏറ്റവും വലിയ പ്രശ്നം ആക്സസ്സാണ്. നമുക്കറിയാം ഭൗതികമായ ഒരുപാട് തടസ്സങ്ങളാണ്, ഫിസിക്കൽ ബാരിയേഴ്സാണ്. ഫിസിക്കൽ ബാരിയേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ മൾട്ടി സ്റ്റോറി ഉള്ള ബിൽഡിങ്ങുകളാണ് പലതും, അവിടെ ലിഫ്റ്റുകളൊന്നും അല്ലുള്ളത്, പടികളാണ്. അപ്പോൾ സ്വാഭാവികം മുകളിലൊക്കെ ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടി ഉണ്ടെങ്കിലും കയറിപ്പാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ ക്ലാസ് റൂമൊക്കെ താഴെയായി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ബാരിയേഴ്സ് നമുക്ക് ഇങ്ങനെയൊക്കെ മറികടക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ വലിയ തടസ്സമായി നിന്നത് നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡിനൽ ബാരിയറായിരുന്നു. ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയുമോ, അല്ലെ ആ കുട്ടി സ്കൂൾ വന്നിട്ട് എന്താ, അവർ എന്തിനപ്പം വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് തുടങ്ങുന്ന ഒരു മനോഭാവപരമായ ഒരു തടസ്സം സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഭാഗവും ഒരു പരിധി ചിലപ്പോഴെങ്കിലും മറ്റ് സമൂഹത്തിലെ മറ്റുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാനുള്ള ഒരുപാട് സെൻസിറ്റൈസേഷൻ, അതായത് വലിയ തരത്തിലുള്ള ഇടപെടൽ, ബോധവൽക്കരണ പരിപാടി. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും ഇന്ത്യൻ പാർലമെൻറ്റും കേരള സർക്കാരും ഒക്കെ നടപ്പാക്കിയ ഭിന്നശേഷി സൗഹൃദത്തിൻ്റെ ഇൻക്ലൂഷൻ്റേതായ ഒരു പൊളിറ്റിക്കലായുള്ള കാഴ്ചപ്പാടിനെയൊക്കെ നമ്മുടെ അധ്യാപക സമൂഹത്തിലും പൊതുസമൂഹത്തിലുമൊക്കെ ഒരു പരിധിവരെ ബോധവൽക്കരിച്ചെടുക്കാൻ സാധിച്ചു. പൂർണ്ണമായിട്ടില്ലെങ്കിലും നമുക്ക് കുറേയൊക്കെ കഴിഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊണ്ട് ഇങ്ങനെ ചോദ്യം ചോദിപ്പിച്ചു എന്നുള്ളത് ഈ മേഖലയിലുള്ള നമ്മുടെ ആക്ടിവിസത്തിൻ്റെ വിജയമാണ്. അല്ലെങ്കിൽ നമ്മൾ ആ മേഖല ചർച്ചയിൽ കൊണ്ടുവരില്ല. അപ്പം അങ്ങനെ എവിടെയും അല്ലെ ഇത്തവണത്തെ UDFൻ്റെയും LDFൻ്റെയും പ്രകടന പത്രികയിൽ ഇഷ്യൂ ഉണ്ട്. എന്തുകൊണ്ട് വരുന്നു? അത് അവഗണിക്കാനാവാത്തൊരു വസ്തുതയായി മേൽക്കൈ നേടി എന്നുള്ള ആ മേൽക്കൈ നേടുന്നതിൽ നമ്മളെപ്പോലുള്ള ആളുകളുടെ ഒക്കെ നടത്തിയ ഒരുപാട് ആളുകൾ, ഒരുപാട് സംഘടനകൾ, ഒരുപാട് സർക്കാർ സംവിധാനങ്ങൾ നടത്തിയ ഇടപെടൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പക്ഷേ ഒരുപാട് മാറേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ സിലബസ് അഡാപ്റ്റേഷനിലോ അതുകൊണ്ട് അവർക്കുള്ള എല്ലാ പല അറിയാലോ, ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമല്ല, അങ്ങനെയാണ് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ബുദ്ധിപരമായ പരിമിതിയുള്ള ആളെന്ന പോലെ മാത്രം നോക്കിയാൽ കാഴ്ചകളുണ്ടാവും, കേൾവിയില്ലാത്തവരുണ്ടാവും, മറ്റു ഫിസിക്കൽ പ്രശ്നങ്ങളിൽ അങ്ങനെ പലതരം ഓട്ടിസം ഉള്ളവരുണ്ടാവും, സെറിബ്രൽ പാൾസി ഉള്ളവരുണ്ടാവും, അങ്ങനെ 100,000. അപ്പോൾ 21 കാറ്റഗറി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ, അതിൻ്റെ അളവ് വ്യത്യാസങ്ങളിലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഇതിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഓരോ പാക്കേജ് ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ആ സ്കൂൾ സിസ്റ്റം വയബിൾ ആകുക എന്നുള്ളതാണ്. ഇതിൽ ഏത് വിഭാഗത്തിലായാലും ഏത് തരത്തിലുള്ള കുട്ടികളായാലും അതാ ഞാൻ പറഞ്ഞത്, അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ജാതി, പ്രാദേശിക വൈവിധ്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇതിൻ്റെ കൂടെ ചേരേണ്ടത് തന്നെയാണ്. എന്നാൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനാണ്. ആ ഒരു സ്കൂളിൽ എന്ന് പറയുന്നത്, ക്ലാസ് മുറി എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇതങ്ങനെ പഠിപ്പിക്കും എന്നുള്ള ആശങ്കയല്ല നമുക്ക് വേണ്ടി, ആർക്കും അവിടെ ഇരുന്ന് പഠിക്കാനാവുന്ന ഒരു സംവിധാനത്തിലേക്ക് സ്കൂൾ സംവിധാനം ഇങ്ങനെ വയബിൾ ആവുക, അങ്ങനെ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ടീച്ചറാവുക എന്നുള്ളത്. അപ്പോൾ ആർക്കാണോ സപ്പോർട്ട് കൂടുതൽ വേണ്ടി അവർ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് സ്കൂൾ അങ്ങ് മാറുകയാണ്. ആ ഒരു ക്വാളിറ്റിയെ കാണാതെയാണ് നേരത്തെ പറയുന്ന സ്കൂളിനെ ഓട്ട മത്സരമായി കണ്ട് അല്ലെങ്കിൽ പാട്ട് മത്സരമായി കണ്ട് വിലയിരുത്തുന്ന പലരും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ തെറ്റിദ്ധരിക്കുകയോ കുപ്രചരണം നടത്തുകയോ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യമന്ത്രി വരെ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നതിനുള്ള അപകടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ സ്കൂളുകളെ പറ്റിയാണ് ഇത്രയും നേരം ചർച്ച ചെയ്തത്. ക്യാമ്പസുകൾ, പൊതുവിദ്യാഭ്യാസത്തിൽ ക്യാമ്പസുകളിനെ പറ്റി പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വലിയ രൂപത്തിൽ അബ്രോഡിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരുടെ പ്രകടന പത്രികയിൽ നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ നിലനിർത്തണമെന്നുള്ള അത്തരത്തിലുള്ള പ്രവർത്തനം വേണമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളെ നമുക്ക് ഇവിടെ തന്നെ വേണ്ട ശരിക്കും? പഠനത്തിന് വേണ്ടി എക്കാലവും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ, കാരണം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിലേക്ക് എത്രയോ കുട്ടികൾ അബ്രോഡിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില മേഖലകളിൽ ചിലപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്കോ ഇന്ത്യയുടെ പുറത്തേക്കൊക്കെ പോയി പഠിക്കുന്നുണ്ട്. ശരിക്കും ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനം, അതായത് അവസര നഷ്ടത്തിൻ്റെ പേരിൽ വളരെ ബുദ്ധിപരമായി വലിയ സംഭാവന നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ അക്കാദമികമായി വലിയ റിച്ചായിട്ടുള്ള ആളുകൾ മറ്റ്
സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു അപകടം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ, ഇപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ലാസ്റ്റ് 5 വർഷം തന്നെ കൃത്യമായിട്ട് എടുത്താൽ, അന്ന് വ്യവസായ മന്ത്രി പി രാജീവൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കുകളൊക്കെ വെച്ചിട്ട് ഒട്ടേറെ പുതിയ സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് സംഗതികൾ കേരളത്തിൽ തന്നെ ആരംഭിക്കുകയും അതിനൊക്കെ വളരെ ഈസി ആയുള്ള അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ അങ്ങനെ മാറുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ തന്നെ ഇപ്പോൾ പണം മുടക്കാനോ അല്ലെങ്കിൽ തൻ്റെ പ്രതിഭ ചെലവഴിക്കാനോ ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് കുട്ടികളും സമൂഹമൊക്കെ മാറുന്നുണ്ട്. പക്ഷെ കേരളം ഒരു അത്രമേൽ വലിയ ഒരു ഇൻഡസ്ട്രിയൽ ഒരു സംഭവം ഒന്നും അല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. കാരണം ഹൈലി പോപ്പുലേറ്റഡ് ആണ്, എന്നാൽ ചെറിയ ദേശമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ റിസോഴ്സാണ് നമുക്ക് ആകെ ഉണ്ടായിരുന്നത്. വളരെ നേരത്തെ തന്നെ മൈഗ്രേഷൻ നമ്മളൊരു സ്വഭാവം തന്നെയായിരുന്നു. എത്രയോ സ്ഥലങ്ങളിൽ തൊഴിൽ തേടിപ്പോയി. കേരളത്തിൽ ഇക്കോണമി തന്നെ നിയന്ത്രിച്ചത് ഒരു 1/3 അല്ലെ 1/4 വരുന്ന നമ്മുടെ മൈഗ്രൻ്റ് ആളുകളാണ്. പിന്നെ ഗൾഫിലേക്ക് പോയി, മധ്യ തിരുവിതാംകൂർ എന്നാണ് വലിയ രീതിയിൽ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മൈഗ്രേഷൻ ഉണ്ടായി. അങ്ങനെ അതെല്ലാം കൂടി ചേർന്ന് കൂടിയാണ് കേരളം രൂപപ്പെട്ടത്. അതിനെയൊക്കെ അങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇനി ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അത്രയും പോപ്പുലേഷൻ എവിടെ എങ്ങനെ താമസിപ്പിക്കുന്നതിൽ ചിലപ്പോൾ നമ്മൾ പ്രതിസന്ധിയുണ്ട്. അവരൊക്കെ കേരളത്തിൽ തിരിച്ചെന്ന സ്ഥിതി കേരളത്തിൽ അവർക്ക് ജീവിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, നമുക്ക് ശ്വസിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത്. നേരെ തിരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. അതൊരു തന്നെ ആ ഒരു ഫ്ലോയെ കുറെ കൂടി കൺട്രോൾ ചെയ്തുകൊണ്ട് കുറെ കൂടി നല്ല മാസ്റ്റർ ബ്രെയിൻസിനെ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എൻറിച്ച് ചെയ്യാണ് വേണ്ടത്. ആ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നന്നായി നടക്കുന്നുണ്ട്. അത് ഈ ഗവൺമെൻറ് തുടരാൻ ഇനി മുന്നോട്ടേ പോകാൻ കഴിയും. നമുക്ക് അങ്ങനെ തുടർന്നാൽ തീർച്ചയായിട്ടും അതിൽ കുറച്ചുകൂടി ബാലൻസ് ഉണ്ടാകുന്ന അവസ്ഥ വരും. കുറെ കൂടി ഫിനാൻഷ്യലി കൂടി നമുക്ക് എൻറിച്ച് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ്. അല്ലാതെ എല്ലാ പഠിക്കുന്ന കുട്ടികളെയും +2 കഴിഞ്ഞ് എല്ലാവരും ഇവിടെ തന്നെ പഠിക്കട്ടെ, ഇവരാരും പുറത്തേക്ക് പോരുന്ന പറഞ്ഞൊരു ക്ലോസ്ഡ് സൊസൈറ്റി ആക്കി മാറ്റണം എന്നൊക്കെ പറയുന്ന ഒരു വാദത്തിനൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ളൊരു 5 വർഷം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് താങ്കൾ സ്വപ്നം കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിറ്റിയിൽ ഊന്നുമ്പോൾ തന്നെ സാമൂഹ്യ നീതിയിലും കൂടി ഊന്നാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം പരാജയപ്പെടും. നിങ്ങൾക്ക് ഒരു ചെറിയ കമ്മ്യൂണിറ്റിയെ വിചാരിക്കുന്ന എന്തും ആക്കി തീർക്കാൻ പറ്റും. ഇപ്പോൾ ചില ഘട്ടത്തിൽ ഇപ്പോൾ IAS-നും IPS-നും സെലക്ഷൻ കിട്ടുന്ന കുട്ടികളുടെ കണക്കെടുത്തുകൊണ്ട് ബീഹാറിൽ കേരളത്തിലേക്കാൾ നല്ല വിദ്യാഭ്യാസമാണെന്ന് പറയുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ്. കാരണം ബീഹാർ കേഡറിലാണ് കേരള കേഡറിനേക്കാൾ കൂടുതൽ IAS സിവിൽ സർവീസ് നാളുള്ളത്. നമുക്കറിയാമല്ലോ ബീഹാറിൻ്റെ സാമൂഹ്യ അവസ്ഥയും വിദ്യാഭ്യാസ അവസ്ഥ എന്താണ് എന്ന് ഒരു കോമൺ സെൻസുള്ള ഒരാൾക്കറിയാം. കേരളം എന്ന് പറഞ്ഞാൽ 100% സ്കൂളിംഗ് നടക്കുന്ന, ലോകത്ത് തന്നെ അത്ഭുതകരമായി 99.999 കേരളത്തിൻ്റെ. അതായത് അത്രമേൽ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 0 ആണ് നമുക്ക്. എന്നാൽ പിന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരാൾ 2 ആളുണ്ടാവും ഡ്രോപ്പ് ഔട്ട്സ് അല്ലെങ്കിൽ സ്കൂൾ പോയിട്ടുള്ള. ആ ഒരു സൊസൈറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു സ്റ്റേറ്റുമായിട്ടൊക്കെ ചിലപ്പം കമ്പയർ ചെയ്ത് ഇത്തരം വ്യാജ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ ഗ്രൂപ്പ്, അതായത് ഇത്രയും ഹൈ പ്രിവിലേജ്ഡ് ആയുള്ളൊരു ടീം മാത്രമാണ് അവർ സ്കൂളിൽ എത്തുന്നത്. അവരുടെ ക്വാളിറ്റിയെ വെച്ചുകൊണ്ടാണ് അവരിതിന് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് എന്താ പറയുക, ക്വാളിറ്റി ഉറപ്പ് വരുത്തുമ്പോൾ തന്നെ അതൊരു പോയിൻ്റാണ്. നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷന് ക്വാളിറ്റി അഷ്യൂർ ചെയ്തേ പറ്റൂ. ക്വാളിറ്റി ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ പഠനം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചില വിഷയങ്ങളിൽ കേരളം ഏറ്റവും മുമ്പിലാണ്, ചിലതിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്, ചിലതിൽ 3ാം സ്ഥാനത്താണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വന്ന സ്റ്റഡീസ് അനുസരിച്ചിട്ട് നമുക്ക് സോഷ്യൽ സ്റ്റഡീസിലും മാത്സിലും പോലുള്ള സബ്ജക്റ്റ് ഇനി മെച്ചപ്പെടാനുണ്ട്. അതൊക്കെ വളരെ കൃത്യമായ പഠനമാണ്, ദേശീയ തലത്തിൽ നടത്തിയ പഠനമാണ്. അതിലിപ്പോൾ ഹിമാചൽ പ്രദേശ്, ചണ്ഡീഗഡ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില സംസ്ഥാനങ്ങൾ ചില വിഷയങ്ങളൊക്കെ വെച്ച് വളരെ കൃത്യമായി നടത്തിയ പഠനമാണ്. ആ തലത്തിൽ നമുക്ക് എവിടെയാണോ ഗ്യാപ്പുകളുള്ളത് അത് ഫില്ല് ചെയ്തുകൊണ്ട് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വളരെ സജീവമായി നടക്കേണ്ടതുണ്ട്. അത് നടക്കുമ്പോൾ തന്നെ ഈ പറയുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് നീതി ഉറപ്പാക്കിക്കൊണ്ടാണ് സ്കൂൾ വിദ്യാഭ്യാസം 12ാം ക്ലാസ് വരെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഒരു കുട്ടി പോലും പുറന്തള്ളപ്പെടാത്ത 12 കൊല്ലത്തെ സ്കൂൾ അനുഭവം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പഠിക്കുക എന്നതിനേക്കാൾ അവർ സ്കൂളിൽ നിന്ന് പുറത്തുകൂടെ ജീവിക്കുന്നതും സ്കൂളിൻ്റെ അകത്ത് ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്.
ആ സ്കൂൾ അനുഭവങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന ആ ഒരു മാർജിനൈസ്ഡ് ഗ്രൂപ്പിന് പരമാവധി മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും പ്രിവിലേജഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പലതരത്തിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവർക്ക് കുറേ കൂടി ക്വാളിറ്റി എഡ്യൂക്കേഷനെ അഷ്യൂർ ചെയ്തുകൊണ്ടും കുറച്ച് കോമ്പറ്റേറ്റീവായിട്ട് പോകാൻ കഴിയുക. എന്നാൽ ഈ സോഷ്യൽ ജസ്റ്റിസിനെ ഡിനൈ ചെയ്തുകൊണ്ടാവാതിരിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടുകൂടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10 വർഷം നമ്മൾ ആ രീതിയിലുള്ള വലിയൊരു വർക്ക് കേരളത്തിൽ നടത്തി വെച്ചിട്ടുണ്ട്. അതിനെ പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് കേരളത്തെ തോൽപ്പിക്കലായി പോകും. 2016 വീക്ഷണം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുഖപത്രം എഴുതിയ എഡിറ്റോറിയൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഒരു EGN തൊഴുത്താണ് എന്നാണ് പ്രയോഗിച്ചത് 2016. ആ EGN തൊഴുത്തിനെയാണ് 10 വർഷം കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും മാറ്റുള്ള ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയാക്കിയിട്ട് കേരളം മാറ്റിയെടുത്തത്. അതിനെ വീണ്ടും EGN തൊഴുത്താക്കരുത് എന്നുള്ള ഒരൊറ്റ റിക്വസ്റ്റാണ് ഈ സന്ദർഭത്തിൽ ഈ സർക്കാരിനോട് പറയാനുള്ളത്. ഞങ്ങൾക്ക് തന്നു. താങ്ക് യു.